ബെനിഫിറ്റ്സ് ഉള്ള ഒരു പൗഡറാണ് കേട്ടോ. നമ്മുടെ ഡാർക്ക് സ്പോട്ട് മാത്രം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. ഡാർക്ക് സ്പോട്ട് നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് നാളായിട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ടിൽ അതെങ്ങനെ റെഡ്യൂസ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഇപ്പം നമ്മുടെ ഫേസിൽ പിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പോകുമെന്ന് വെച്ചാൽ ഒരു 1.5-2 ആഴ്ച കൂടി വന്നാൽ അത്രയും നാളൊരു പിമ്പിൾ വന്നാൽ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് പോയി കഴിഞ്ഞിട്ടുള്ള ഒരു ഡാർക്ക് സ്പോട്ട് അവിടെ തന്നെ കാലാകാലങ്ങളോളം കിടക്കും. പ്രത്യേകിച്ച് നമ്മളത് ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും അത് ഫെയ്ഡ് ഔട്ട് ആവും. അപ്പോൾ ഉള്ളൊരു ഇതിനേക്കാളും നല്ല രീതിയിൽ ഫെയ്ഡ് ഔട്ട് ആവാനുള്ള ഫേസ് പാക്ക് ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് റിസൾട്ട് ഉണ്ടായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. എൻ്റെ ഫേസിൽ ഇതിലും അധികം ഡാർക്ക് സ്പോട്ട് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ കറുത്ത പാട മാതിരിയായിരുന്നു, 2 വർഷം ആയിരുന്നു. അത് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഫേസ് പാക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ്. സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുന്നത്. സ്കിന്ന് ബ്രൈറ്റ് ആവാനും പിഗ്മെൻറ്റേഷൻ കുറയാനും ഡാർക്ക് സ്പോട്ട് കുറയാനും മെലാസ്മ ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാനും എല്ലാത്തിനും പറ്റിയൊരു കണ്ടൻ്റാണ് ഈ ഒരു ഇരട്ടി മധുരം എന്നുള്ള സംഭവം. ഒരുപാട് സംസാരിക്കാണ്ട് നമുക്ക് നേരെ ഫേസ് പാക്ക് ഏതാ എങ്ങനെയാണെന്നൊക്കെ നോക്കാം. സോ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ഇതാ ഈ ഒരു സാധനമാണ് കേട്ടോ. ഇത് ലിക്വറൈസ് പൗഡറാണ്. ഇതിൽ ഒരുപാട് പേരുകൾ എഴുതിയിട്ടുണ്ട്, മുലേത്തി, എഷ്ടി മധു, ലിക്വറൈസ് റൂട്ട് പൗഡർ. ഇത് സംഭവം വേറെ ഒന്നുമല്ല, ഇരട്ടി മധുരം എന്ന് പറയുന്നത് നമ്മുടെ കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സംഭവമാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു പൗഡറാണ് കേട്ടോ. നമ്മുടെ ഡാർക്ക് സ്പോട്ട് മാത്രം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. ഡാർക്ക് സ്പോട്ട് നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈ ഒരു സംഭവം തന്നെയാണ്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ വീക്കിലി ഒരു 2 ടൈംസ് അല്ലെങ്കിൽ 3 ടൈംസ് ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് യൂസ് ചെയ്യാം. ആ ഒരു ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നമ്മൾ നല്ലോണം ഡള്ളായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഡൾനെസ് ആ സ്പോട്ടിൽ പോകും. ഞാൻ എപ്പോഴും ഇപ്പോൾ ചെയ്യണത് ഈ ഒരു സംഭവമാണ് കേട്ടോ. അതുകൊണ്ട് അപ്പോൾ ഒരു 1 മന്തൊക്കെ കഴിയുമ്പോഴത്തേക്കും ഡാർക്ക് സ്പോട്ട് നല്ല രീതിയിൽ റെഡ്യൂസ് ആയിട്ടുള്ള ആ ഒരു സ്പോട്ടുകളെല്ലാം റെഡ്യൂസ് ആയിട്ട് നമുക്ക് തോന്നും. അത്രയ്ക്ക് റിസൾട്ടാണ് ഈ ഒരു ഫേസ് പാക്കിന്. പക്ഷെ നിങ്ങൾ ഒരാഴ്ച ഒരു 2-3 പ്രാവശ്യം ചെയ്തിട്ട് പിന്നെ പരിപാടി നിർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാർക്ക് സ്പോട്ട് റെഡ്യൂസ് ആവില്ല. ഒരു 1 മന്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും എത്ര കാലങ്ങളായിട്ടുള്ള സംഭവമാണെങ്കിലും ഡാർക്ക് സ്പോട്ട് ആണെങ്കിലും റെഡ്യൂസ് ആവും. പിന്നെ ഡാർക്ക് സ്പോട്ട് മാത്രമല്ല കേട്ടോ റെഡ്യൂസ് ആവണത്, പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അത് കുറയും. പിന്നെ മെലാസ്മ പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് കുറയും. ഫേസ് ബ്രൈറ്റൻ ആവാനായിട്ടും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഫേസ് പാക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ ലിക്വറൈസ് പൗഡർ വേണം കേട്ടോ. പിന്നെ അതേപോലെ 1 ടീസ്പൂൺ ഹണിയും 2 ടീസ്പൂൺ റോസ് വാട്ടറും വേണം. ഇത് 3ഉം കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ ഫേസ് നല്ലോണം ഒന്ന് വാഷ് ചെയ്ത് ക്ലീൻ ആക്കി വെച്ചിട്ട് ഒരു 15 to 20 മിനിറ്റ് മാത്രം ഫേസിൽ വയ്ക്കുക. അത് കഴിഞ്ഞ് നല്ലോണം കഴുകി കളഞ്ഞിട്ട് ഒരു തിക്കായിട്ടുള്ള മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് വീക്കിലി ഒരു 3 ടൈംസ് അല്ലെങ്കിൽ 2 ടൈംസ് എന്തായാലും ചെയ്യണം, എന്നാൽ മാത്രമാണ് ഡാർക്ക് സ്പോട്ട് റെഡ്യൂസ് ആവുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒപ്പം വേണമെങ്കിൽ ഓപ്ഷണലായിട്ട് അരിപ്പൊടി യൂസ് ചെയ്യാം, 1 ടീസ്പൂൺ വെള്ളം. അത് ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്യാനാണ്. അത് വീക്കിലി 1 പ്രാവശ്യം മാത്രം വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റിമൂവ് ആയിട്ട് ഫേസ് ഒന്നും കൂടെ ഒന്ന് ബ്രൈറ്റ് ആവും. ഡള്ളായിട്ട് ഇരിക്കുന്ന ഫേസൊക്കെ ആണെങ്കിൽ ഒന്ന് ബ്രൈറ്റ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഹണിയുടെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ സ്കിന്നിൽ ഡെയിലി ഒരു ഫേസ് പാക്കിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഫേസ് ചെറുതായിട്ടൊന്ന് ബ്രൈറ്റൻ ആവാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല കേട്ടോ, ഒരു മോയ്സ്ചറൈസർ അത് യൂസ് ചെയ്യാത്തവരാണെങ്കിൽ സ്കിന്നിൻ്റെ ഒരു മോയ്സ്ചർ കീപ്പ് ചെയ്യാനായിട്ട് ഹണി നല്ലോണം ഹെൽപ്പ് ചെയ്യും. ഇപ്പം വേറെ സ്കിൻ കെയറോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ അറിയാത്തവർ, അല്ലെങ്കിൽ താല്പര്യമില്ല കെമിക്കൽ പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഹണിക്ക് ഓർഗാനിക് ആയിട്ടുള്ളതാണല്ലോ. സോ നിങ്ങളുടെ സ്കിന്നിൻ്റെ മോയ്സ്ചർ കീപ്പ് ചെയ്യാനായിട്ട് നല്ലോണം ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഉള്ളത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്കിന്ന് ഫേസൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ടോണറായിട്ട് യൂസ് ചെയ്യും. സ്കിന്നിൻ്റെ നോർമൽ pH ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ സ്കിന്നൊന്ന് സൂട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതും റോസ് വാട്ടറൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ലാത്ത ഒരു ടോണറായിട്ട് നിങ്ങൾക്ക് സ്പ്രേ ചെയ്തോ അല്ലെങ്കിൽ ഒരു കോട്ടൺ പാഡിലോ ആക്കിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ ടോണർ നിങ്ങൾക്ക് ഇങ്ങനെ സ്പ്രേ ആയിട്ട് ഇതേപോലെ സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോട്ടിൽ സ്റ്റോർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണേ. 1 വീക്കൊക്കെ ഈ ഒരു ബോട്ടിൽ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് വീക്ക് നിങ്ങൾ പുതിയത് ഉണ്ടാക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒരു ബോട്ടിൽ സ്റ്റോർ ചെയ്തിട്ട് കോട്ടൺ പാഡിൽ ഫേസിൽ അപ്ലൈ ചെയ്യാം.
അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ സൺസ്ക്രീനൊക്കെ ഇട്ട് പുറത്ത് പോകാവുന്ന. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്കിൻ ടൈപ്പ് ആണല്ലോ. ഓയിലി സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ ടീ ട്രീ ഓയിൽ യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ സെബം പ്രൊഡക്ഷൻ ഒന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഡാർക്ക് സ്പോട്ട് നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യും. അതേപോലെ ഡ്രൈ സ്കിന്നുള്ളവരാണെങ്കിൽ അലോവേര ജെല്ല് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ സ്കിൻ ഒന്നും കൂടെ ഹൈഡ്രേഷൻ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ സെൻസിറ്റീവ് സ്കിന്നുള്ളവരൊക്കെ ആണെങ്കിൽ ലെമൺ ജ്യൂസ് ഒന്നും ആഡ് ചെയ്യരുത്. ഈ ഫേസ് പാക്കിൽ വേണമെങ്കിൽ കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. പിന്നെ സെൻസിറ്റീവ് ഉള്ളവരാണെങ്കിൽ ഒരിക്കലും അത് ചെയ്യാനും പാടില്ല. സെറം അല്ലെങ്കിൽ ക്രീം അങ്ങനെ നോക്കുന്നവരാണെങ്കിൽ കോജിക് ആസിഡിൻ്റെ സെറം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആൽഫ ബ്യൂട്ടിൻ യൂസ് ചെയ്യാം, നിയാസിനിമൈഡ് യൂസ് ചെയ്യാം. പക്ഷേ ഡാർക്ക് സ്പോട്ടിന് അത്ര എഫക്റ്റീവ് അല്ല. പിന്നെ കോജിക് SR എന്നും പറഞ്ഞിട്ടുള്ളൊരു ക്രീം ഉണ്ട്, ഫാർമസിയിലൊക്കെ കിട്ടുന്നതാണ്. അത് യൂസ് ചെയ്യുകയാണെങ്കിലും ഡാർക്ക് സ്പോട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അതും കുറയും. പിന്നെ ഫേസിൽ നിന്ന് ഓവറോൾ ഒന്ന് ബ്രൈറ്റൻ ആവാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അത് ഈ പറഞ്ഞ പോലെ 1-2 ദിവസം കൊണ്ടല്ല കേട്ടോ, അതിന് 2 ആഴ്ചയൊക്കെ കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് റിസൾട്ട് ഡിഫറൻസ് മനസ്സിലാവുള്ളൂ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ അതേപോലെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾ എന്തായാലും ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കൺസിസ്റ്റൻ്റ് ആയിട്ടിരുന്ന എന്തായാലും റിസൾട്ട് ഉറപ്പാണ്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.